എൻ്റെ ഒരു ചോദ്യം, ഞാൻ ഈ സദസ്സിന്റെ മുന്നിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഉസ്താദുമാരല്ലാത്ത ആർക്കും അതിൽ ഇടപെടാം. നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അവൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവന്റെ റുബൂബിയത്ത്. അവൻ നമ്മെ വളർത്തിത്തരുന്നു, തുർബിയത്ത് ചെയ്യുന്നു, സൃഷ്ടിച്ചു, പരിപാലിച്ചു, എല്ലാ നിലക്കും അവൻ നമ്മെ സംരക്ഷിച്ചു പരിപാലിച്ച് നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും നിയന്ത്രിക്കുന്നു. എല്ലാത്തിനും ആവശ്യമായത് അവൻ ചെയ്തു തരുന്നു. അവൻ നമ്മുടെ റബ്ബാണ്. അവന് വേണ്ടി തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നാമം എന്ത്? ഒരാൾ പറയേ, എനിവൺ? അല്ലാഹ്. അവൻ നമ്മുടെ റബ്ബാണ്. അവൻ നമുക്ക് ചെയ്തു തരുന്നത്, അവൻ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി സംരക്ഷിച്ച് എല്ലാം തരുന്നു. ആ റബ്ബ്, അവൻ നമ്മുടെ റബ്ബാണ്. അവന്റെ ഏറ്റവും നല്ല ഒരു നാമത്തെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. എന്താണ് നാമം? അല്ലാഹ്. ശരി, അല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? അതിന് അർത്ഥം വേണ്ടേ? എന്താണ് അതിന്റെ അർത്ഥം? അതിന് അർത്ഥം വേണമല്ലോ. അത് ഏറ്റവും വലിയ ജലാലിയത്തിൽ ഇസ്മല്ലേ, ഏറ്റവും വലിയ വാക്കല്ലേ അത്. അതെങ്ങനെ ഒരർത്ഥമില്ലാത്തതാവാൻ പാടില്ലല്ലോ. അതിനൊരു അർത്ഥം വേണ്ടേ? ഇലാഹി എന്ന വാക്കിൽ നിർണിത സൂചികയായ അൽ ചേർത്ത് സമന്വയിപ്പിച്ചപ്പോൾ ഇടയിലുള്ള ഹംസ് എടുത്തുപോയി തമ്മിൽ ചേർന്നതാണ് അല്ലാഹ്. ഇലാഹ്. അതിൽ നിർണിത സൂചികയാണ് അൽ. അല്ലിനെ ഇലാഹിലേക്ക് ചേർത്തു, അപ്പോൾ അൽ ഇലാഹി എന്നായി. പിന്നെ അത് തമ്മിൽ യോജിപ്പിച്ചു, അപ്പോൾ ഇടയിൽ നിന്നുള്ള ഹംസ ഉയർത്തപ്പെട്ടു, അപ്പോൾ അൽ ഇലാഹ് സംയോജനത്തിൽ അല്ലാഹ് എന്നായി. ബിസ്മില്ലാഹ്, ബാഇനെ ഇസ്മിലേക്ക് ചേർത്തു, അപ്പോൾ പിന്നെ ഇടയിൽ നിന്നുള്ള ഹംസിനെ ഉയർത്തപ്പെട്ടു, അപ്പോൾ ബിസ്മില്ലാ എന്ന വാക്ക് ബിസ്മില്ല എന്നായി. അല്ലേ? ആണല്ലോ. ഒന്ന് പറയ്. അല്ലെ? അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ, ഇലാഹ്, അലിഹ, അബദ. അലിഹ എന്താ ഇതിന്റെ അർത്ഥം? അലിഹ ആരാധിച്ചു. ഇലാഹ് എന്താ അർത്ഥം? ആരാധിക്കപ്പെടേണ്ടവൻ. അൽ ഇലാഹ് യഥാർത്ഥമായി ആരാധിക്കപ്പെടേണ്ടവൻ. അപ്പോൾ അല്ലാഹ് എന്താ അർത്ഥം? യഥാർത്ഥമായി ആരാധനക്കർഹനായവൻ അല്ലാഹ്, അവനാണ് അല്ലാഹ്. അപ്പോൾ ആ നാമത്തിൽ തന്നെ അന്തർലീനമാണ് നാം അവന് ചെയ്തു കൊടുക്കേണ്ടത്, അവൻ നമ്മിൽ നിന്ന് കാംക്ഷിക്കുന്നത്. ചിന്തിക്കുക. നാം അവനെ അറിഞ്ഞാൽ നാം അവനെ ആരാധിക്കണം. അത് അവൻ നമ്മിൽ നിന്ന് കാംക്ഷിക്കുന്നതാണ്. റബ്ബ് എന്നാൽ അവൻ നമുക്ക് നൽകുന്നതാണ്. ചിന്തിക്കുക. ആദ്യത്തെ കൽപ്പന റബ്ബ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, പിന്നെ അള്ളാഹുലേക്ക് എത്തിയതാ. അൽ ബഖറയിൽ 21-ാമത്തെ ആയത്താണ് ആദ്യത്തെ കൽപ്പന. ഒന്നാം കൽപ്പന 21-ാമത്തെ ആയത്താണ് അൽ ബഖറ. അലിഫ് ലാം മീം. ആദ്യത്തെ ആയത്തിന് അർത്ഥം ആർക്കും അറിയില്ല. പിന്നെ 4 ആയത്ത് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. പിന്നെ 2 ആയത്ത് കുഫ്റിനെ വിശദീകരിച്ചതാണ്. പിന്നെ 13 ആയത്ത് കപട വിശ്വാസികളെ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ 1 അലിഫ് ലാം മീം അറിയില്ല. പിന്നെ 4 ആയത്ത് മുഅ്മിനീങ്ങളെ വിശദീകരിച്ചു. 4 1 5. പിന്നെ കുഫറിനെ, സത്യനിഷേധികളെ 2 ആയത്ത് കൊണ്ട് പരിചയപ്പെടുത്തി. 5 2 7. പിന്നെ 13 ആയത്ത് കപട വിശ്വാസികളെ കുറിച്ച് അവരുടെ തനിനിറം വ്യക്തമാക്കി. അപ്പോൾ 7 13 20. 21-ാമത്തെ ആയത്ത് കൽപ്പനയിലേക്ക് കടക്കുക. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും
വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകും. റബ്ബ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. റബ്ബ് എന്നത് അവൻ നമുക്ക് ചെയ്തു തരുന്നതാണ്. ആ നാമത്തിൽ അവൻ നമുക്ക് ചെയ്തു തരുന്നതാണുള്ളത്. നിഅമത്ത് ഇങ്ങോട്ട് പറഞ്ഞതാണ്, പിന്നെ നാം അങ്ങോട്ട് ചെയ്യേണ്ടതാണ്. ആദ്യം അവൻ ചെയ്ത കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതാണ് റബ്ബ് എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞാണ് അവസാനത്തെ സൂറത്തും ആദ്യം തുടങ്ങിയത്. അപ്പൊ റബ്ബ് എന്നത്, റബ്ബ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചോദ്യമില്ല, എന്താണ് അവൻ നമുക്ക് ചെയ്തു തരുന്നത് എന്ന ചോദ്യമില്ല. കാരണം റബ്ബ് സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ, അതിന്റെ ഉള്ളിലെല്ലാം ഉണ്ട്. അല്ലാഹ്, ആ നാമത്തിന്റെ ഉള്ളിലും എല്ലാം ഉണ്ട്. നാം അവനെ ആരാധിക്കണം. എന്തുകൊണ്ട്? അവൻ അല്ലാഹ്. ഇനി ഒരു തെളിവിന്റെ ആവശ്യം പോലുമില്ല. അള്ളാഹുവിന്റെ നാമം അള്ളാഹുവാണെന്ന് അംഗീകരിച്ചവൻ അവനെ മാത്രം ആരാധിച്ചേ പറ്റൂ. കാരണം അവൻ യഥാർത്ഥ ആരാധിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവാണ്. ശരി, അള്ളാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ശരി, നോക്കൂ നിങ്ങൾ, ഖുർആൻ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ, റബ്ബ് എന്ന നാമം അവൻ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതായ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ നാമമാണ്. അല്ലാഹ് സകല സൃഷ്ടികളിൽ നിന്നും അവൻ അർഹിക്കുന്ന അടിസ്ഥാനത്തിൽ അവന്റെ നാമമാണ്. ഖുർആൻ എന്താർത്ഥം? ഖുർആൻ എന്താർത്ഥം? ഖുർആൻ എന്താർത്ഥം? എന്താർത്ഥം? ഓതപ്പെടുന്നത്, വായിക്കപ്പെടുന്നത് ഖുർആൻ. അത് ഖുർആന്റെ കർമ്മത്തിലുള്ള അർത്ഥമല്ല, ജനങ്ങൾ അതിന് ചെയ്തു കൊടുക്കേണ്ട അർത്ഥത്തിലുള്ള കർമ്മമാണ്. അതിന്റെ കർമ്മത്തിലോ, അതിന്റെ കർമ്മത്തിൽ അത് ഖുർആനല്ല, അതിന്റെ കർമ്മത്തിൽ അത് ഫുർഖാനുൽ അളീമാണ്. നമ്മള് കുട്ടിക്കാലം മുതലേ പഠിച്ചതും ഖുർആൻ എന്നല്ല. തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഫുർഖാനുൽ അളീം, അങ്ങനെ പഠിച്ചത്. ഖുർആൻ അതിന്റെ കർമ്മത്തിലുള്ള അതിന്റെ നാമമല്ല, ലോകത്തിന്റെ കർമ്മത്തിലുള്ള അതിന്റെ നാമമാണ്. അതിന്റെ കർമ്മത്തിലോ, ഖുർആനിന്റെ കർമ്മത്തിൽ ഖുർആൻ ഫുർഖാനുൽ അളീമാണ്. എന്താർത്ഥം? സത്യാസത്യ വിവേചനം നൽകുന്ന ഗ്രന്ഥം. അപ്പോൾ സത്യാസത്യന് വിവേചനം നൽകുക എന്നതാണ് അതിന്റെ ബാധ്യത. മനുഷ്യന്റെ ബാധ്യതയോ അതിന് ഓതലാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഖുർആനിൽ അല്ലാഹുവിനെ റബ്ബ് എന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹെന്നും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഫുർഖാൻ എന്നും ഖുർആന് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും രണ്ടടിസ്ഥാനത്തിലുള്ള നാമങ്ങളാണ്. ഫുർഖാനുൽ അളീം അത് അതിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, അത് ചെയ്യുന്ന അടിസ്ഥാനത്തിലുള്ള നാമമാണ്. എന്നാൽ ലോകത്തിന് അതിന് ലഭിക്കേണ്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള നാമമാണ് ഖുർആൻ. ഖുർആൻ എന്നർത്ഥം ഓതപ്പെടേണ്ടത്. അപ്പോൾ ലോകം അതിനെ ഓതണം. എന്തുകൊണ്ട്? അത് ഖുർആനാണ്. ലോകത്തിന്റെ ബാധ്യത എന്താ? അത് ഓതുക. കാരണം അത് ഓതപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അത് ഖുർആനാണ്. അത് ചെയ്യേണ്ടത് എന്താ? അത് സത്യവും അസത്യവും വേർതിരിക്കും. അപ്പോൾ അത് ഫുർഖാനാണ്. അല്ലാഹു ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്നു, അവൻ റബ്ബാണ്. പ്രപഞ്ചം മുഴുവനും അവൻ ആരാധിക്കുന്നു, അവൻ അല്ലാഹുവാണ്. മുഹമ്മദ് എന്താ ഇതിനർത്ഥം? മുഹമ്മദ് എന്താ ഇതിനർത്ഥം? മുഹമ്മദ് എന്താ ഇതിനർത്ഥം? കഴിഞ്ഞു, പിരിച്ചുവിടാൻ ചാൻസായി, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. മുഹമ്മദ് എന്താ അർത്ഥം? മുഹമ്മദ് യുഹമ്മിദ്, മുഹമ്മദ് മുഹമ്മദ്. ഹംദ്, ഹംദ് അല്ലാഹ്ക്ക് മാത്രം നിക്ഷിപ്തമാണ്. അൽഹംദു ലില്ലാഹ്.
അപ്പോൾ മുഹമ്മദ് എന്താർത്ഥം? സ്തുതി പറയപ്പെടേണ്ടവൻ, പ്രകീർത്തനം ചെയ്യപ്പെടേണ്ടവൻ, പ്രശംസിച്ചുകൊണ്ടേയിരിക്കേണ്ടവൻ, പൂരിശ പറയപ്പെടേണ്ടവൻ, സ്തുതി പറയപ്പെടേണ്ടവൻ മുഹമ്മദ്. ഈ പേരിൽ മുമ്പൊരു നബിയും ഇല്ല, ഒരു മലക്കും ഇല്ല. ഹംദ് തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു എനിക്കാണ്. അപ്പോൾ പിന്നെ അല്ലാഹു ഒരു അബ്ദിനെ കൂടി അതിന് ജനങ്ങൾക്ക് മുന്നിൽ നൽകി. ആ അബ്ദ് മുഹമ്മദാണ്. ഈ പേരിൽ മുമ്പൊരു നബിയും ഇല്ല, ഒരു മലക്കും ഇല്ല. മുഹമ്മദ്. ഉറക്കെ പറ മുഹമ്മദ്. എന്താ അർത്ഥം? പ്രശംസ പറയപ്പെടേണ്ടവൻ. അത് ജനത്തിന്റെ ബാധ്യതയിൽ ആ മനുഷ്യന്റെ പേരാണ്. ആ മനുഷ്യന്റെ പേരോ, ആ മനുഷ്യന്റെ പേരിൽ പേര് സ്വന്തത്തിൽ അഹ്മദാണ്. മുഹമ്മദ് സ്വന്തത്തിൽ അഹ്മദാണ്, ലോകത്തിനോ മുഹമ്മദാണ്. എന്താ അഹ്മദ് എന്നാൽ അർത്ഥം? അഹ്മദ് എന്നാൽ അല്ലാഹുവിനെ ഏറ്റവും സ്തുതിക്കുന്നവൻ. അത് ആ മനുഷ്യന്റെ കർമ്മമാണ്. മുഹമ്മദാവൻ ലോകത്തിന്റെ കർമ്മമാണ്. ഇനി വർത്താനേ ഇല്ല, ഇനി കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യേ ഇല്ല. അല്ലാഹു എന്താ അർത്ഥം? യഥാർത്ഥമായി ആരാധിക്കപ്പെടേണ്ടവൻ. ലോകം അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ടത് ആരാധന. ഖുർആൻ ലോകം അതിന് ചെയ്തു കൊടുക്കേണ്ടത് ഓതുക. മുഹമ്മദ് എന്നാൾക്ക് ലോകം ചെയ്തു കൊടുക്കേണ്ട ഒരൊറ്റ കാര്യം വാഴ്ത്തി പറയുക. എന്ന് എന്നും എപ്പോൾ എപ്പോഴും ഏത് കാലത്ത് ഏത് കാലത്തും. ഇനി വർത്താനേ ഇല്ല. അതിനെതിരെ നോട്ടീസ് അടിക്കുന്നവർക്ക് ഓഫീസ് പൂട്ടിപ്പോകാൻ നേരായി. ഇനി വർത്താനില്ല. അല്ലാഹുവിനോട് ബന്ധം വർദ്ധിപ്പിക്കാനുള്ള വഴി എന്താ? അവനെ ആരാധിക്കുക. ഖുർആനോട് ബന്ധം വർദ്ധിപ്പിക്കാനുള്ള വഴി എന്താ? ഓതുക. മുഹമ്മദ്. എന്നാളോട് ബന്ധം വർദ്ധിപ്പിക്കാനുള്ള വഴി എന്താ? പ്രശംസിക്കുക. അതെന്താ വഴി? അല്ലാഹുവോട് ബന്ധം വർദ്ധിപ്പിക്കാൻ ഒരേ ഒരു വഴി അവനെ ആരാധിക്കുക. കാരണം അവൻ ആരാ? അവൻ അല്ലാഹു. ഖുർആനോട് ബന്ധം വർദ്ധിപ്പിക്കാൻ ഒരേ ഒരു വഴി ഓതുക. കാരണം അത് ഖുർആനാണ്. നിനക്ക് വേണ്ടി അത് ഖുർആനാണ്, സ്വന്തത്തിൽ അത് ഫുർഖാനാണ്. മുഹമ്മദ്. ഉറക്കെ പറ മുഹമ്മദ്. മുഹമ്മദ് എന്ന മനുഷ്യൻ സ്വന്തത്തിൽ അഹ്മദാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദാണ്, സ്വന്തത്തിൽ അഹ്മദാണ്. നീ അറിയുന്നതിന് മുമ്പ് അഹ്മദാണ്, നീ അറിഞ്ഞാൽ പിന്നെ മുഹമ്മദായി. നിനക്കെല്ലാം ഖുർആനിൽ അറിഞ്ഞ സ്ഥലത്തെല്ലാം മുഹമ്മദാണ്, അറിയാത്ത സ്ഥലത്ത് അഹ്മദാണ്. അറിയാത്ത ഒരു സ്ഥലമുണ്ട്. ഒരു പുരുഷാരത്തിന്റെ മുന്നിൽ പ്രസംഗിക്കുകയാണ് സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. അപ്പോൾ ഈസ പറഞ്ഞു, ഒരു പുരുഷാരത്തിന്റെ മുന്നിൽ പ്രസംഗിക്കുകയാണ് സയ്യിദുനാ ഈസ. അപ്പോൾ പറഞ്ഞു, വമുബശ്ശിറൻ ബിറസൂൽ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഞാൻ ഒരു റസൂലിനെ പറയാൻ വന്നതാ. ഞാൻ അതാണ് എന്റെ ദൗത്യം, പ്രധാന ദൗത്യം. ഒരു റസൂലിനെ പറയാൻ വന്നതാ ഞാൻ. ആരാ ഈ റസൂൽ? ഈ റസൂൽ എനിക്കു ശേഷം ഈ റസൂൽ വരും. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഈ റസൂൽ വരും. ഇസ്മുഹു അഹ്മദ്. എന്താ ഈ റസൂലിന്റെ പേര്? അദ്ദേഹത്തിന്റെ സ്വന്തത്തിൽ അദ്ദേഹം അഹ്മദാണ്. ജനമധ്യത്തിൽ ജനത്തിനറിയാത്ത മുഹമ്മദ് അഹ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനത്തിനറിഞ്ഞിടത്ത് മുഴുവനും ഖുർആനിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ അഹ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ജനത്തിന്റെ മുന്നിൽ, അറിയാത്ത പൊതുജനത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി സയ്യിദുനാ ഈസ. അപ്പോൾ മുഹമ്മദിന്റെ അഹ്മദ് എന്ന പേര് കൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. അഹ്മദ് കൊണ്ടാണ് ആ നൂരിയായ ദാത്തിനെ പരിചയപ്പെടുത്തിയത്. അത് ആ മനുഷ്യന്റെ കർമ്മത്തിലാണ്. കാരണം ലോകത്തിന് അറിയൂല, പൊതുജനത്തിന് അറിയൂല. പൊതുജനത്തിനറിഞ്ഞാൽ പൊതുജനത്തിന്റെ കർമ്മം തുടങ്ങണം. അപ്പോൾ മുഹമ്മദാണ്. ബാക്കി മൊത്തം സ്ഥലത്ത് മുഹമ്മദാണ്, ഒരു സ്ഥലത്ത് മാത്രം അഹ്മദാണ്. സഫ്ഫ് സൂറത്തിൽ 6-ാമത്തെ ആയത്തിൽ അഹ്മദാണ്, ബാക്കി മൊത്തം മുഹമ്മദാണ്. അറിഞ്ഞാൽ മുഹമ്മദാണ്, അറിഞ്ഞില്ലെങ്കിൽ സ്വന്തത്തിൽ അഹ്മദാണ്. മുഹമ്മദ് മുസ്തഫ. ഇനി കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. മുഹമ്മദ് നബിയുമായി ബന്ധം
ആ മനുഷ്യനെ പ്രകീർത്തിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലോകം മുഴുവനും ഈ മനുഷ്യന്റെ പ്രശംസയുടെ പിന്നാലെ ഓടിയത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആലക്ക് എപ്പോഴും ആരാധിക്കാം, എന്നും ആരാധിക്കാം, എപ്പോഴും ആരാധിക്കാം, എന്നും എപ്പോഴും ആരാധിക്കാം. പക്ഷേ അവൻ ഈ സമുദായത്തിന് പരിചയപ്പെടുത്തിയ ഒരു സമയമുണ്ട്. ആ സമയത്ത് ആരാധിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ട്. അതേതാ സമയം? അത് സുഹൂറാണ്. അള്ളാഹുവിനെ എപ്പോഴും ഒരാൾക്ക് ആരാധിക്കാം, എപ്പോഴും പല രൂപത്തിൽ പല കോലത്തിൽ എപ്പോഴും ആരാധിക്കാം. കാരണം അവൻ എപ്പോഴും ആരാധിക്കപ്പെടേണ്ടവനാണ്. എന്നാൽ ഒരു സമയത്തെ ആരാധന കൂടുതൽ പുണ്യകരമാണ്. അതേതാ സമയം? ആ സമയമാണ് അവനെ പരിചയപ്പെടുത്താൻ ആദ്യമായി ഈ ഉമ്മത്തിലേക്ക് ആളെ അയച്ചത്. فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم. മാഞ്ഞു പോകുന്നതും നീങ്ങിപ്പോകുന്നതും മറഞ്ഞു നിൽക്കുന്നതുമായ നക്ഷത്രത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വല്ലൈലി ഇദാ അസ്അസ, കരിമ്പടം മടക്കിപ്പോകാൻ ഒരുങ്ങുന്ന രാത്രിയെ കൊണ്ടും ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. വസ്സുബ്ഹി ഇദാ തനഫസ, കുറഞ്ഞ സമയത്തിനുള്ളിൽ ശ്വാസം വിട്ട് മെല്ലെ മെല്ലെ പുറത്തു വരാൻ കാത്തിരിക്കുന്ന പ്രഭാതക്കുട്ടത്തെ കൊണ്ടും അല്പനേരത്തിന് ശേഷം പൊട്ടിവിരടരാൻ കാത്തിരിക്കുന്ന പ്രഭാതത്തെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതൊരു മാന്യനായ ദൂതൻ വഴി ഞാൻ കൊടുത്തയക്കുന്ന വചനങ്ങളാണ്. ഏതാ നേരം? ഉഷസ്സുദിക്കുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ്. ഈ സമയത്തിന് സുഹൂർ എന്ന് പറയും. ഈ സമയത്തെ ആരാധന ലൈലത്തുൽ ഖദറിന്റെ ആരാധനയോട് കടപിടിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? അവൻ ഈ സമുദായത്തിന് പരിചയപ്പെടുത്തിയ ആദ്യ സമയം അതാണ്. ആ സമയത്ത് അവനെ കൂടുതൽ ആരാധിക്കും. അതിന് ന്യായമുണ്ട്. എന്തുകൊണ്ട്? അവനെ ആദ്യം അറിഞ്ഞ സമയം അതാണ്. റമളാനിൽ കൂടുതൽ ഖുർആനോടും എന്ന് ഓതിക്കൂടെ? എന്ന് ഓതാ. ഇന്ന് നിങ്ങൾ ഓതിയിട്ടുണ്ട്, ഞാൻ ഓതിയിട്ടുണ്ട്. എന്നാൽ റമളാനിൽ കൂടുതൽ ഓടും. എന്തുകൊണ്ട്? റമളാൻ ഭൂമിയിലെത്തിയ ആദ്യത്തെ സമയം, ഖുർആൻ ഭൂമിയിലെത്തിയ ആദ്യത്തെ സമയം റമളാനാണ്. ചിന്തിക്കും. മുഹമ്മദ് ഏത് കാലത്തും പ്രശംസിക്കപ്പെടേണ്ട ആളാണ് മുഹമ്മദ് മുസ്തഫ.